ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ കിരൺ ആ കുഞ്ഞിനെ കൊണ്ട് മാറി നിൽക്കാട്ടോ. ആ സമയത്ത് അവിടേക്ക് സിയെ വരുന്നുണ്ട്. കിരണോട് വേണ്ട എന്തൊക്കെ പറയാനും മനോഹറിനെ കുറിച്ച് അറിയുമ്പോ എന്തൊക്കെയോ വല്ലാത്തൊരു ഇത് തോന്നുവാണ്. എങ്ങാനും അവനെ സമ്മതിക്കണം. 10-60 പെൺപിള്ളേരെ പറ്റിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടി എങ്ങനെ സാധിച്ചു അവനെ കൊണ്ട് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, സാറേ അവന്റെ അവസ്ഥ സാറിന് അറിയാവുന്നതാണല്ലോ. ചെറുപ്പത്തിൽ ആരും വളർത്താനും ഉപദേശിക്കാനും ഒന്നും ഉണ്ടായിരുന്നില്ല, അവനെ പഠിപ്പിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് അവഗണനകൾ മാത്രമേ അവനെ കേട്ടിട്ടുള്ളൂ. ചെയ്യാതെ പറ്റിന ചെറുപ്പം മുതൽ അവനെ ഒരുപാട് പഴി കേട്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ വാശി പുറത്ത് അവനൊരിന്ന് കാണിച്ചു കൂട്ടിയത് എന്ന് പറയണം. ആ സമയത്ത് കിരണിനോട് സിയെ പറയുന്നുണ്ട്, എന്നാലും ഈ സരിയു എന്ന് പറഞ്ഞ ഇവര് വന്നപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നല്ലേ മനോഹർ ഒരു ഫ്രോഡ് ആണെന്ന്? അറിയായിരുന്നു സാറേ. അവൾ അവനെ കല്യാണം കഴിച്ച് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു മനോഹർ ഒരു ഫ്രോഡ് ആണെന്ന്. അപ്പോ നിങ്ങൾക്ക് ആ സരിയുനോട് സത്യങ്ങളൊക്കെ വേണമെങ്കിൽ തുറന്ന് പറയായിരുന്നു എന്ന് സിയെ പറയുമ്പോഴേക്കും കിരൺ പറയണ്ടേ, സാറ് അന്ന് ഈ മനോഹറിനേക്കാളും അപകടകാരിയായിരുന്നു സരിയു. എത്ര പ്രാവശ്യമാണ് എന്നെയും കല്യാണിനെയും കൊല്ലാൻ വേണ്ടി അവൾ നോക്കിയിട്ടുള്ളത് അറിയാവോ? ഈ ഗംഗപ്രസാദിനെയും ഈ രാഹുലിനെയൊക്കെ പോലെയൊക്കെ തന്നെയായിരുന്നു അവളുടെ സ്വഭാവം. അപ്പൊ അവൾ ഇത് അനുഭവിക്കേണ്ടത് തന്നെയാണ് എന്ന് സിയെ പറയുമ്പോഴേക്കും കിരൺ പറയണ്ട്, പക്ഷെ അവൾ ഇപ്പൊ മാറി. പക്ഷെ അതുപോലെ മനോഹർ മാറി എന്ന് പറഞ്ഞാലും അവൾ അത് വിശ്വസിക്കണമെന്നില്ല എന്ന് പറയാണ്. എടോ, പെണ്ണുങ്ങൾ അങ്ങനെയാടോ. അവര് ഒരാളെ വെറുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ അവര് വെറുത്തത് തന്നെയാണ്. പിന്നെ അവരെന്തൊക്കെ ചെയ്തു പറഞ്ഞാലും അവർക്ക് അവരോട് ഒരു സ്നേഹം ഉണ്ടാവില്ല. പിന്നെ മനോഹറിനെ പിന്നെ കിരൺ മനോഹറിന് പറഞ്ഞ ആള് മുമ്പ് ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ വലയിൽ വീഴ്ത്തുന്നുണ്ടെങ്കിലും അവരൊരു പേടി ഉള്ളൊരു കൂട്ടത്തിലായിരുന്നു. എന്നെയും കല്യാണിയൊക്കെ അവനെ പേടിയായിരുന്നു. അവരോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവൻ ചൂളിപ്പോകും എന്ന് പറയണം. സിയെ പറയണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആണുങ്ങളൊക്കെ അങ്ങനെയാണോ? ഈ പാർക്കിലും ബീച്ചിലൊക്കെ പെണ്ണുങ്ങളെ കൊണ്ട് നടക്കുന്ന ഓരോരുത്തന്മാരുണ്ടല്ലോ, അവരുടെ അടുത്ത് പോയിട്ട് എന്താണ് നീ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അപ്പൊ അവര് ചൂളിപ്പോകും എന്ന് പറയാണ്. അവള് പോയിട്ടുണ്ടാവും സാറേ. അവര് പോയിട്ടുണ്ട്. എന്തിനാ മനോഹറിനെ ഒന്നും കൂടി കുഞ്ഞിനെ കാണിച്ചിട്ട് കൊണ്ടുപോയിക്കോട്ടെ. ആയിക്കോ എന്ന് സിയെ പറയാണ്. അങ്ങനെ കിരൺ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും അപ്പുറത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് എസ് അവിടേക്ക് വരുന്നുണ്ട്. സിയെ പറയുന്നുണ്ട് എസ് ഐനോട്, നല്ല ചെറുപ്പക്കാരനാണ്, ഇപ്പോഴാണ് എനിക്കത് ശരിക്കും മനസ്സിലായത്. ആ സമയത്ത് എസ് ഐ പറയണ്ടേ, ഞാൻ മുമ്പേ പറഞ്ഞില്ല സാറേ, കിരണും കിരണിന്റെ ഭാര്യയും ഇവരുടെ ഫാമിലിയൊക്കെ നല്ല ആൾക്കാരാണെന്ന്. എന്നിങ്ങനെ എസ് ഐ പറയുമ്പോഴേക്കും സിയെ പറയണ്ടേ, എടോ എനിക്കത് കേസ് അന്വേഷണം തുടങ്ങിയപ്പോ തന്നെ മനസ്സിലായതാണ്. പക്ഷെ ഒരു പരാതി കൈ കിട്ടിയ അത് തെളിയിക്കണമല്ലോ. അതിന്റെ ഭാഗമായിട്ടാ ഓരോന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്ന് എസ് ഐ പറയാണ്. എന്നിട്ട് മനോഹറിന്റെ അടുത്തേക്ക് നമ്മുടെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് കിരൺ പോകുന്നുണ്ട് കേട്ടോ. മനോഹർ പറയുന്നുണ്ട്, സാറിനെ അവള് കണ്ടില്ലല്ലോ അല്ലെ? എസ് ഐനോട് ഞാൻ ചോദിച്ചായിരുന്നു. ഇല്ല, കണ്ടില്ല എന്ന് പറയണം. മനോഹറെ, എന്നാ ഞങ്ങൾ പോയിക്കോട്ടേടാ. നീ പരോളിൽ ഇറങ്ങാന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ. സരയു അപകടകാരിയാണ്. അവള് നിന്നെ കൊല്ലാൻ വേണ്ടി നോക്കും. അതുകൊണ്ട് നീ പരോളിൽ ഇറങ്ങാണെങ്കിൽ അല്ലെങ്കിൽ ഞാനും കല്യാണിയും അല്ലെങ്കിൽ ലക്ഷ്മിയും കാർത്തിക ചേച്ചിയോ അവരുടെ വീട്ടിൽ നിന്നാ മതി. അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് വീട് അറേഞ്ച് ചെയ്ത് തരാം. എന്തായാലും നീ ഒറ്റക്ക് മാറി നിൽക്കണ്ട. അവൾ അത്ര അപകടകാരിയാണ്. പരോളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കാണിക്കാനുള്ള അവസരമൊക്കെ ഞാനും കല്യാണി ഉണ്ടാക്കി തരാം എന്ന് പറയാണ്. ശരി സാറേ, എന്നാ ശരിയടാ എന്ന് പറയാണ്. മോളെ, അച്ഛനൊരു ടാറ്റ കൊടുക്ക് എന്ന് പറയാണ്. അങ്ങനെ കനിമോൾ മോള് ടാറ്റയൊക്കെ കൊടുക്കണ്ട്. കിരൺ പറയണ്ട്, പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയണം, ആ സ്റ്റെഫി അവളുടെ ഗംഗേനെ കൊന്നവരായിട്ടുള്ള നിന്നെയും എന്നെ വെറുതെ വിടാൻ ചാൻസ് ഒന്നുമില്ല. സാറേ, നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ കിരൺ ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാട്ടോ. മനോഹരനും ആകെ ടെൻഷനാവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന സരയുവിനെയാണ്. സരയു ആകെ ഓടിപ്പടഞ്ഞ് തന്നെ നമ്മുടെ ചന്ദ്രസേന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കാട്ടോ. അവിടെ ഷാരിയുണ്ട്. ഷാരിയുടെ ചോദിക്കുന്നുണ്ട്, അമ്മേ കിരൺ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് എവിടെയാ അമ്മ പോയത്? എപ്പോഴാ അവൻ വന്നത്? അവൻ കുറച്ചു മുമ്പാ മോളെ വന്നത് എന്ന് പറയാണ്. അല്ല, അവൻ ആ ജയിലിൽ കിടക്കുന്നവനെ കാണാൻ വലുതുമാണ് പോയത്. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നീ അങ്ങോട്ടേക്കല്ലേ പോയത്? അവിടെ കിരണെങ്ങാനും വന്നിരുന്നോ? ഇല്ലല്ലോ. ഇല്ല, അവിടെ ഒന്നും വന്നില്ല. എന്നാലും ഒരു സംശയം പോലെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ചന്ദ്രസേനും അതുപോലെ തന്നെ രൂപയും കൂടി അവിടേക്ക് വരുവാണ്. അപ്പോ രൂപ പറയുന്നുണ്ട്, എന്താ സയു, നിനക്ക് എന്താ വരാതെ ടെൻഷൻ പോലെ? അല്ല ആന്റി തന്നെ പറ, അവനും കല്യാണിയൊക്കെ വീണ്ടും മനോഹരനോട് അടുപ്പം കാണിക്കണം നല്ലതാന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? എന്റെ കുഞ്ഞിനെയും കൊണ്ട് കൂട്ടിപ്പോയത് അവൻ പോലീസ് സ്റ്റേഷനിലേക്കാണ്. എനിക്കൊരു സംശയം തോന്നി. ചന്ദ്രസേനൻ പറയണ്ട, നീ അവിടെ പോയതല്ലേ? അവിടെ പോലീസുകാർക്ക് നിനക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ഞാൻ പോയിരുന്നു, എനിക്ക് മനസ്സിലായി അവനോട് എത്തിയിട്ടില്ല എന്ന്. അതുകൊണ്ടാ. പിന്നെ നീ എന്തിനാ ഓടിപ്പടച്ച് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് രൂപ പറയുമ്പോഴേക്കും നമ്മുടെ സരയു പറയണ്ട, ഞാൻ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നത്. കുഞ്ഞു മുകളിൽ കിടന്ന് ഉറങ്ങുവാണ്, പോയി കണ്ടോ എന്ന് പറയാണ്. അപ്പൊ തന്നെ സരയു വേഗം മുകളിലേക്ക് പോകുന്നു കേട്ടോ. ആ സമയത്ത് ഷാരി പറയുന്നുണ്ട് രൂപയുടെ ചന്ദ്രസേനോട്, കിരൺ മോൾ എങ്ങനും അവനെ കാണിക്കാനാണ് കുഞ്ഞെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ മോൾ ഈ സമയത്ത് വല്ലാത്ത ടെൻഷൻ ആയാനെ, മോൾക്ക് വേറൊരു രീതിയിലായാനെ മോള് എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് രൂപ പറയുന്നുണ്ട്,
അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആർക്കാ ദോഷം? അവൾക്ക് തന്നെയാ ദോഷം. അപ്പൊ ചന്ദ്രസേനൻ പറയുന്നുണ്ട് കേട്ടോ, ഇപ്പൊ ഞങ്ങളെല്ലാം ക്ഷമിക്കാനും സഹിക്കാനും നിന്നോണ്ടാ നിങ്ങൾ ഈ വീട്ടിൽ കയറ്റിയത്, അല്ലെങ്കിൽ അമ്മയും മോളും കൂടി ഏതെങ്കിലും കടയിലോ അല്ലെങ്കിൽ വീട്ടിലോ പാത്രം കഴുകി നിന്നാനെ എന്നിങ്ങനെ പറയാണ്. അപ്പോ നമ്മുടെ ഷാരി പറയണ്ട്, അല്ല അവൾക്ക് ദേഷ്യമാണല്ലോ മനോഹറിനോട്. രൂപ പറയണ്ട്, മനോഹറിനോട് ദേഷ്യമാണെങ്കിലേ അവളും മുമ്പ് അതുപോലെ, അവളും മോശക്കാരിയൊന്നും അല്ലായിരുന്നു. മുമ്പ് എത്രമാത്രം ഗുണ്ടകളായിട്ടൊക്കെ കല്യാണി മോളും കിരൺ മോനെ ഞങ്ങളെയൊക്കെ കൊല്ലാൻ നോക്കിയതാ, അതൊക്കെ ഞങ്ങൾ ക്ഷമിച്ചില്ലേ? അതുപോലെ മനോഹറിനോട് ക്ഷമിച്ച അവൾക്ക് ഇപ്പൊ എന്താ ഇത്ര പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുട്ടോ രൂപ. അതിനൊന്നും മറുപടി പറയാതെ ഷാരി അങ്ങനെ നിൽക്കാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കിരണിനെയും കല്യാണിനെയും അതുപോലെ തന്നെ കാർത്തികിനെയും ലക്ഷ്മി അമ്മേനെയാണ് കേട്ടോ. ലക്ഷ്മി അമ്മ പറയണ്ട്, ഹോ എന്നാലും സരയുവിനെ സമ്മതിക്കണം. അവൾ എങ്ങനെ അറിഞ്ഞു മോനെ നീ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അവിടെ പോയ കാര്യം? അവള് അറിഞ്ഞൊന്നുമില്ല, ചെറിയൊരു സംശയം തോന്നി. അവനിപ്പോ സ്റ്റേഷനിലുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ട് പോയപ്പോ അവനെ കാണിക്കണമെന്ന് അവൾക്കൊരു സംശയം തോന്നി. പിന്നെ നമുക്കൊക്കെ മനോഹരനോട് ഇപ്പൊ ദേഷ്യമൊന്നുമില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കും അവൾ ഓടിപ്പടഞ്ഞ് അങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട്, മനോഹർ ഇപ്പൊ നല്ലവനാണ്. അവനിനി പുറത്തു വരാണെങ്കിൽ സരയുവിന് ഇനിയൊരു ജീവിതമുണ്ട് എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട്, അത് ശരിയാണ്, പക്ഷെ മനോഹറിന് പുറത്തിറങ്ങാൻ ഒരുപാട് വർഷമാവില്ലേ കിരണേട്ടാ? ആകും. ഓൾറെഡി അവൻ 8 വർഷം ജയിൽ ശിക്ഷ വിധിച്ചതാണല്ലോ, അതിന്റെ കൂടെ 12 വർഷവും കൂടി. എന്തായാലും അവൻ ഇനി പുറത്തിറങ്ങും 10-60 വയസ്സൊക്കെ ആകും, 60-65 വയസ്സൊക്കെ ആകും എന്ന് കിരൺ പറയുമ്പോഴേക്കും നമ്മുടെ കാർത്തിക പറയണ്ട്, ആ സമയത്തെങ്കിലും നല്ല ബുദ്ധി തോന്നിയിട്ട് അവളും അവൻ ഒന്നിച്ച് ജീവിക്കാമെങ്കിൽ നല്ലതല്ലേ? അല്ലെങ്കിൽ അവൻ പരോളിൽ ഇറങ്ങുമ്പോൾ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞെ കാണാൻ അവസരമെങ്കിലും അവനെ കൊടുത്തൂടെ സരയുവിന് എന്ന് പറയാണ്. കിരൺ പറയണ്ട്, എന്ത് പറയാനാ, അവളുടെ ആ ഒരു വൈരാഗ്യവും ദേഷ്യവും മാത്രം മാറുന്നില്ല. ഞങ്ങൾ എത്രയൊക്കെ പറഞ്ഞിട്ടും അവള് അനങ്ങുന്നില്ല. അവൾക്ക് ഇപ്പോഴും മനോഹറിനോട് ദേഷ്യം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി അവ പറയണ്ട്, മനോഹർ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊക്കെ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് മനോഹറിനെ പുറത്തിറങ്ങി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാർത്തിക പറയണ്ടേ, അതെ അതെ, മനോഹർ പുറത്തിറങ്ങുകയാണെങ്കിൽ അവനെ നല്ലൊരു ജോലിയും അതുപോലെ തന്നെ സാലറി, താമസിക്കാനുള്ള പാക്കേജ് ഒക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പൊ കിരൺ പറയണ്ട, കല്യാണി അകത്ത് കയറിയിരിക്കുക, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലോ? ഇല്ല കിരണേട്ടാ, എന്നാ അകത്തിരിക്കുക, കുറെ നേരമല്ലോ നീ ഒറ്റിരിപ്പിരിക്കണ, ഇനി കിടക്ക് എന്ന് പറയാണ്. അങ്ങനെ കിരണും കല്യാണി അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും ലക്ഷ്മി അമ്മ പറയണ്ട്, എന്തൊക്കെ പറഞ്ഞാലും മനോഹർ ചെയ്തത് നല്ലൊരു കാര്യമാണ് ഗംഗേനെ കൊന്നത്. കിരണും കല്യാണിക്കും അവനോട് ഒരുപാട് സ്നേഹവും പരിഗണനയും ഇതൊക്കെ ഉണ്ട്, പക്ഷെ അതിനേക്കാളും കൂടുതൽ വേണ്ടത് നമുക്കാണ് മോളെ, നമുക്ക് വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്ത് എന്ന് പറയാണ്. അപ്പൊ കാർത്തിക് പറഞ്ഞു, ശരിയാമേ, അവരെക്കാളൊക്കെ സ്നേഹം കൂറും നമ്മളാണ് അവനോട് കാണിക്കേണ്ടത് എന്ന് കാർത്തികേയൻ പറയാട്ടോ. പിന്നീട് മനോഹർ പിന്നെ തിരിച്ച് സെൻട്രൽ ജയിലിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അവിടെ വിക്രം ആകെ ദേഷ്യത്തോട് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ മനോഹർ വരുന്നത്. മനോഹറിനെ കാണുമ്പോ തന്നെ വേറൊരു ജയിൽ പുലി ഓടി വരുന്നുണ്ട്. എടാ മനോഹറെ, ഇവിടെ പൊന്നര പട്ടും പുടവയൊന്നും ഇല്ലാത്തോണ്ടാ, അല്ലെങ്കിൽ നിനക്ക് ഞങ്ങൾ സ്വീകരണം തന്നാലേടാ എന്ന് പറയാണ്. ആ സമയത്ത് വിക്രം പറയണ്ട്, പക്ഷെ നാണൂലേടോ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ, കൂട്ടത്തിലുള്ള ഒരുത്തനെയാണ് ഇവൻ കൊന്നിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ആ ജയിൽ പുള്ളി പറയണ്ട്, എടാ വിക്രമേ, നിനക്ക് ഇങ്ങനെ പറയാൻ മടിയില്ലേ? നമ്മളെല്ലാവരും ഓരോ തെറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഗംഗപ്രസാദ് അങ്ങനെയല്ല, അവൻ കൊടും കുറ്റവാളിയാണ്, അങ്ങനെയുള്ളവൻ പോയി തന്നെയാണ് നല്ലത് എന്ന് പറയാണ്. മനോഹർ പറയണ്ട്, എടാ നീ എങ്ങാനും പരോളിൽ ഇറങ്ങിയിട്ട് അവരുടെ മേളിൽ ഞാൻ സ്നേഹിക്കുന്ന ആരെങ്കിലും എന്തിനു ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നിന്നെയും കൊല്ലോടാ. കാണാടാ ആരാരെയാ കൊല്ലണേന്ന് എന്നൊക്കെ വിക്രം പറഞ്ഞോണ്ടിരിക്കെ അവിടേക്ക് ജയിൽ വാർഡൻ വരുവാട്ടോ. തുടങ്ങി രണ്ടുപേരും ജയിൽ മാറ്റാൻ പോകുവാൻ. എടാ വിക്രമെ പോടാ എന്ന് പറയാണ്. അങ്ങനെ വിക്രം അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും മനോഹറിനോട് നമ്മുടെ വാർഡൻ പറയണ്ടേ, എടാ അവനൊരു കാട്ടാളനാ, അവനെ കൊന്നുകളയല്ലേ നീ എന്ന് പറയുമ്പോഴേക്കും വിക്രം തിരിഞ്ഞിട്ട് പറയണ്ടേ, സാറേ ആരെയാ കൊല്ലണെന്ന് നമുക്ക് കണ്ടറിയാം. എടാ നിന്നോട് പറഞ്ഞത് മനസ്സിലായില്ലേ, കേറി പോടാ എന്ന് പറയാണ്. അങ്ങനെ വിക്രം അകത്തേക്ക് കേറി പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കാൻ നമ്മുടെ കല്യാണി കേട്ടോ. കല്യാണി ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് സരയു വരുന്നുണ്ട്. സരയുനെ കാണുമ്പോ കല്യാണി സരയു എന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കുമ്പോ വയ്യോ എഴുന്നേക്കണ്ട കല്യാണി എന്ന് പറഞ്ഞിട്ട് സരയു കല്യാണിന്റെ അടുത്ത് വന്നിരിക്കാട്ടോ. കല്യാണി സരയുനോട് ചോദിക്കണ്ട്, മനോഹർ ഇപ്പൊ മാറിയത് നിനക്ക് വിശ്വാസമായോ സരയു? ഇപ്പൊ എനിക്ക് വിശ്വാസമായി കല്യാണി. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മനോഹരനെ ഞങ്ങൾ കുഞ്ഞെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകും കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് സരയു പറയാണ്. അത് കേൾക്കുമ്പോ കല്യാണിക്ക് ഭയങ്കര സന്തോഷാവാട്ടോ. കല്യാണി പറയുന്നുണ്ട്, മനോഹർ ഇപ്പൊ മാറിയില്ലേ, ഇനി അവനായിട്ട് നിനക്ക് ഒന്നിച്ചൂടെ സരയു എന്ന് പറയുമ്പോഴേക്കും സരയു പറയണ്ട്, കല്യാണി അതിനെ മാത്രം എന്റെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല, മതി, സാവധാനം മതി എന്ന് പറയാണ്. നിനക്കിപ്പോ എങ്ങനെയുണ്ട് കല്യാണി? എനിക്ക് കുഴപ്പമൊന്നുമില്ല സരയു, ഞാൻ കിരണേട്ട സമ്മതിക്കാത്തോണ്ടാ, അല്ലെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് വന്നാനെ. അയ്യോ അതൊന്നും വേണ്ട, നീ നന്നായിട്ട് റെസ്റ്റ് എടുത്തിട്ട് വന്നാ മതി കല്യാണി എന്ന് പറയാണ്. എന്നിട്ട് സരയു അവിടെ നിന്ന് പോകുന്ന സമയത്ത് കല്യാണി ഒരുമാതിരി നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.